വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടില് ഫ്രീ ആയിട്ട് ഒരു കോഴ്സ് നടത്തുന്നുണ്ട് PSCയുടെ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നാണ് അവിടെ ക്ലാസ് എടുക്കാൻ ഒന്നാണ് സാറ്. അവിടെ ഇങ്ങനെ ഞങ്ങൾ ആദ്യം എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറ്റി. ആ ഒരു ക്ലാസ് അങ്ങനെ സാറിനെ കണ്ടോളം തോന്നും. പക്ഷെ അവിടെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് എന്ന് പറഞ്ഞാൽ പിന്നെ അവസാനം ഞങ്ങൾ 3 പേര് മാത്രമായി, ആരും വന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ കോച്ചിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അന്വേഷിച്ചാണ് സാറിനെ കുറിച്ച് അറിയത്തോലും ഇല്ലായിരുന്നു. പിന്നെ ഒരു സെന്ററിനെ കുറിച്ച് ഇവിടെ ഉള്ള ആരും എനിക്ക് ഓർമ്മ വരുന്നില്ല. അവർക്ക് ചോദിച്ചു. അപ്പം സാറിന് ഇങ്ങനെ നല്ല ക്ലാസ് അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഇത്ര ഏജ് ഒക്കെ ആയിരുന്നു. 37 വയസ്സിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്ര ഏജ് ഒക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര എല്ലാവർക്കും മെമ്മറി പവറൊക്കെ ഉണ്ടോ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ എഴുതിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ഞാൻ TVM മരുന്ന് എഴുതിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയും എഴുതി കിട്ടണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ പഠിച്ച് കഷ്ടപ്പെടാൻ ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. ക്ലാസ്സിൽ വരാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എഴുതിയുടെ എക്സാം സമയത്ത് എനിക്ക് വയ്യായിരുന്നു, സുഖമില്ലായിരുന്നു, കാല് വയ്യായിരുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ പോയി എഴുതിയത്, ഇരിക്കാൻ പോലും വയ്യായിരുന്നു. അതേപോലെ അവിടെ പോയി എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോൾ 75 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞപ്പം സാറ് പറഞ്ഞ ഉറപ്പായിട്ട് കിട്ടും, പിന്നെ എന്തുവരെ കിട്ടുമെന്ന് പറഞ്ഞ് ഞാനതൊക്കെ വിശ്വസിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതേപോലെ എനിക്ക് എന്ത് കിട്ടും, ഞാൻ അമ്മയുടെ അച്ഛനോട് എല്ലാം പിന്നെ അന്നുവെച്ചാൽ യൂട്യൂബേഴ്സ് എല്ലാ ചാനലിലെല്ലാം 65 മേളിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് 75 അപ്പൊ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ സപ്ലൈയിലായിരുന്നു. സപ്ലൈയിൽ ഒന്ന് കാണുന്ന കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഭയങ്കര റേഞ്ചുള്ള ഇഷ്ടം പോലെ പിള്ളേരുണ്ടത്. അങ്ങനെ ഞാൻ നോക്കി. പിന്നെ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ OA ഉണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് OAയും ഇതേപോലെ രാവിലെ ഒക്കെ പ്രിലിംസ് ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ പ്രിലിംസ് ഞാനാണെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഈ LD-യുടെ പിന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓഗസ്റ്റിലും OAയുടെ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബറിലും വരുന്നത്. അപ്പൊ എനിക്ക് എന്തുപോലും അതിനു മുമ്പ് എനിക്ക് ജോലി എടുക്കണമെന്നുള്ള ഒറ്റ ഇതേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ OAയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. OAയ്ക്ക് വേണ്ടി പഠിച്ച് അതിലും കിട്ടിയില്ല. അതിൽ എനിക്ക് 67 മാർക്കേ ഉള്ളായിരുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് ഈ ലാബ് വന്നത്. പക്ഷേ ഇതിന്റെ എല്ലാം കൂടെ ആയിരുന്നു ലാബിന് എനിക്ക് ഏറ്റവും എളുപ്പമായിരുന്നു. അതിനകത്ത് എന്ന് പറഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ്, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടുന്ന് ആലോചിച്ച് പക്ഷെ ഞാൻ എടുത്ത എല്ലാ കാര്യങ്ങളും എല്ലാം ശരിയായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നപ്പം അതൊക്കെ ശരിയായിരുന്നു. അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ NW3 എന്ന് പറയുന്നത് അതിനകത്ത് 2 ഓപ്ഷൻ ആയിരുന്നു. ഒന്ന് കൊല്ലം കോട്ടപ്പുറം ഉണ്ടായിരുന്നു, ഒരെണ്ണം എന്ന് പറയുന്നത് ഇവയൊന്നും അല്ലാന്ന്. അപ്പൊ നമുക്കറിയാം കൊല്ലം കോഴിക്കോട് ആക്കിയെന്നറിയാം. പക്ഷെ SCRT-യിൽ കൊല്ലം കോട്ടപ്പുറം തന്നെയാണ്. PSC ഇതുവരെ എടുത്ത ആൻസർ കീഴിലെല്ലാം കൊല്ലം കോട്ടപ്പുറം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെയ്യുമ്പോൾ എനിക്ക് എന്തോ എഴുതണമെന്നുള്ളൊരു ചിന്ത വന്നു. എന്ത് വന്നാൽ ഇത് ശരിയാവുക. അങ്ങനെ ഞാൻ എന്തോ ഇവയൊന്നും അല്ലാന്നാണ് എഴുതിയത്. ലാസ്റ്റ് തന്നെ ഡിലീറ്റ് ആവുമെന്ന് വിചാരിച്ചത് അതെല്ലാം എന്തോ ഇത് പിന്നെ ഡിലീറ്റ് ആക്കിയില്ല. അതിന്റെ ആൻസറായി. അതേപോലെ അപരാധിയും അതിരി 2 ആൻസർ മലയാളത്തിലെ 2 ആൻസർ ശരിയായിരുന്നു. അതും ഞാൻ എഴുതിയത് അതിരി PSC ആൻസർ കീ പ്രൊവിഷനിൽ വന്നപ്പോൾ തെറ്റിച്ചിട്ട് ഫൈനലിൽ വന്നപ്പോൾ അതിൽ തന്നെ ശരിയാക്കി. അങ്ങനെയൊക്കെ 2 മാർക്ക് എന്ന് പറയുന്നത് ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് നല്ല റാങ്ക് ജയിക്കാനെ കൊണ്ട് സാധിച്ചു. പിന്നെ അതിൽ സാറിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പലതവണ ഞാൻ നിർത്തി. പിന്നെ സാറ് വിളിച്ച് പറയും നാളെ മുതൽ വരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് വരുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഹെൽപ്പായിരുന്നു. സാറിന്റെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഓരോ സാറന്മാരും എല്ലാവരും നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ എന്തുവാ കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സാം വെച്ചിട്ട് നമ്മളൊന്ന് പഠിച്ചാൽ മതി. അത് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത എക്സാമെങ്കിലും അത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൽ തന്നെ എനിക്ക് ജോലി വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ പഠിച്ചത്. എനിക്ക് എന്തെങ്കിലും 2025 തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പഠിച്ചത്. പിന്നെന്ന് പറഞ്ഞാൽ PYQ ചെയ്യുമായിരുന്നു. PYQ ചെയ്ത് അതായത് റീസെന്റ് ആയിട്ടുള്ള ചോദിച്ച PYQ ആണ് കൂടുതൽ നോക്കേണ്ടത്. അത് എങ്ങനെയാണ് വരുന്നത്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ നമ്മൾ നോക്കണം. ക്വസ്റ്റ്യൻ അത് മുമ്പുള്ളത് നോക്കണം. എന്നാലും കൂടുതൽ നോക്കേണ്ടുന്നത്
ഈ റീസെന്റ് ആയിട്ടുള്ളത് നോക്കണം, എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് അതിനകത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ എല്ലാം ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറെ ടോപ്പിക്കുകളുണ്ട്. ഈ ഓരോന്നിലും ഇല്ലേ നീതി ആയോഗ് അങ്ങനത്തെ കുറെ ഷുവറായിട്ടുള്ള കുറെ ടോപ്പിക് ഉണ്ട്. അത് നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കണം, ഫുള്ളായിട്ട് പഠിക്കണം. എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ പഠിച്ചാൽ നമ്മുടെ കൂട്ടം നോട്ടിനകത്ത് ആഡ് ചെയ്തൊന്നും വരാം. എന്ന് വെച്ചാൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനകത്തൊന്നും അതെന്ന് പറഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യനാണ്, ഷുവർ വരുന്നതാണ്. അതെല്ലാം നല്ല പരീക്ഷയ്ക്ക് അതെല്ലാം നല്ലതുപോലെ നോക്കണം. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ മാത്സ് അങ്ങനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്സിന് ഞാൻ അങ്ങനെ ടൈം അങ്ങനെ കൊടുക്കത്തില്ല. PYQ ചെയ്യുവാണെങ്കിൽ അങ്ങനെ കൊടുക്കും. കാരണം ഞാൻ മാത്സ് അങ്ങനെ വേണമെങ്കിലും ഒന്ന് ആൻസർ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് അതിന് വേണ്ടി സമയം കളഞ്ഞിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് അതായത് ഷോർട്ട് നോട്ടായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്ന ശീലമുണ്ട്. അതായത് കൊച്ചു പഞ്ചവത്സര പദ്ധതിയൊക്കെ വർഷം, അതായത് ലാസ്റ്റ് നിമിഷം നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നോട്ടായിട്ട് ഇങ്ങനെ നമുക്കറിയാം. അതായത് വർഷങ്ങള് അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് ലാസ്റ്റ് ഒക്കെ അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. ബാക്കി ആലോചിക്കും ഇത് വെച്ചിട്ടേ മെയിൻ ആയിട്ടുള്ള പോയിന്റ് മാത്രം എഴുതി വെച്ചിട്ട് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. അത് ലാസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ സമയം പോവില്ല. അങ്ങനെയൊക്കെ ചിലപ്പോ ലാസ്റ്റ് നമുക്ക് റിവിഷൻ ചെയ്യാനെ കൊണ്ട് ചിലപ്പോൾ ടൈം കിട്ടത്തില്ല. ഈ ഓയൊക്കെ എനിക്ക് അങ്ങനെ പോയത്. ഓയ്ക്ക് ലാസ്റ്റ് ഒക്കെ കമ്മീഷൻ ഞാൻ നോക്കാതെ പോയി, എനിക്ക് സമയം കിട്ടില്ല. കമ്മീഷനിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഓയ്ക്ക് മാർക്ക് പോയത്. എല്ലാം എന്റെ ടെക്സ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അങ്ങനെ ടെക്സ്റ്റ് വായിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എല്ലാ ടെക്സ്റ്റും ഞാൻ വാങ്ങിക്കുമായിരുന്നു. റാങ്ക് ഫെയിൽ അങ്ങനെ ഇല്ല, അല്ലാതെ ഈ SCRT ടെക്സ്റ്റ് ഉണ്ടല്ലോ സ്കൂൾ കുട്ടികളുടെ ടെക്സ്റ്റ് വാങ്ങിച്ചാണ്, അല്ലാതെ റാങ്ക് ഫെയിലായിട്ട് മേടിച്ചിട്ടില്ല. അതെന്റെ അടുത്ത് ഒരു കൊച്ചന്ന് ഞാൻ അവന് ചോദിച്ച് ആ ടെക്സ്റ്റ് മൊത്തം എൻ്റെ കയ്യിലുണ്ട്, അതിരുന്ന് വായിക്കുമായിരുന്നു. പിന്നെ NCERTയുടെ ഏതോ ഒരു ലക്ഷ്യയുടെ കണ്ടൊരു റാങ്ക് പഴയ റാങ്കില്ല അന്ന് വാങ്ങിച്ചതാ. അതിൽ ചിലതൊക്കെ നോക്കുമായിരുന്നു, ചില കോൺസ്റ്റിറ്റ്യൂഷനും അതൊക്കെ എന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ വരുന്നത്. SCRT ഫാക്ടർ അതേപോലെ വന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ജോഗ്രഫി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഇവിടെ മന്ത്ലി എന്നുള്ളത് ഇവിടുത്തെ തന്നെ സാറ് പഠിപ്പിക്കുന്നതാ പഠിച്ചോളൂ. പക്ഷേ ഞാൻ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ടോപ്പിക് ആയിരുന്നു പഠിക്കുന്നത്. ടോപ്പിക്ക് ഞാൻ പ്രത്യേക ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ടോപ്പിക്ക് വെച്ചിട്ട് ഓരോ ടോപ്പിക്ക് എനിക്ക് അതായത് കൂടുതൽ എനിക്ക് അങ്ങനെ പറ്റത്തുള്ളായിരുന്നു. ചിലതൊന്നും കാണാതെ പഠിക്കാൻ എനിക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണക്ട് ചെയ്ത് പഠിക്കുന്നതായിരുന്നു എനിക്ക് മനസ്സിലിരിക്കുന്ന അങ്ങനെ. അതുകൊണ്ട് ടോപ്പിക്കായിട്ട് വരുമ്പോൾ അത് കൂടുതൽ ഓർമ്മ നിൽക്കും. പിന്നെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ ഇതുണ്ട് എന്തുവാ, അല്ലാതെ ഈ പിന്നെ ഓരോന്നിൻ്റെയൊക്കെ തലപ്പത്തൊക്കെ ഉള്ളവരുണ്ടല്ലോ, അതുമല്ല അങ്ങനെ അപ്പോയിന്റ്മെന്റ്സ്, അതുമല്ല ഇന്ത്യയിലെ കേരളത്തിൽ അങ്ങനത്തെ കുറെ നോട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ് സ്ലാം മനസ്സിലായി പ്രധാനപ്പെട്ട എല്ലാം അങ്ങനത്തെ വേറൊരു ബുക്കിനകത്ത് ഞാൻ അതെല്ലാം അത് നമ്മൾ ചെയ്തു നോക്കും. പിന്നെ ലാസ്റ്റൊക്കെ അതൊക്കെയായിരുന്നു നോക്കണം. ഇംഗ്ലീഷിന് നമ്മൾ എടുത്തു വെച്ച വൊക്കാബുലറി എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ആ ബുക്ക് തന്നെ വെച്ചേക്കും, അത് ലാസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിന്റെ ഗ്രാമർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പഠിച്ചൊരു ബുക്ക് ഇരിപ്പുണ്ട്, അത് തന്നെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാറന്മാർ പഠിപ്പിക്കുമ്പോൾ അത് നോക്കും, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് നോക്കും. പക്ഷെ ആ ബുക്കിലെ എനിക്ക് ലാസ്റ്റ് പരീക്ഷയുടെ തലേന്നൊക്കെ എനിക്ക് അത് നോക്കുമ്പോഴേ പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, പരീക്ഷയ്ക്ക് നമ്മൾ ഇവിടുത്തെ പരീക്ഷയല്ല, ലാസ്റ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്ത് നമ്മൾ ആ കണക്ട് ചെയ്യുന്നതെല്ലാം അങ്ങനെ വേണ്ടിയിട്ടാണ്. പരീക്ഷക്കാരിൽ ഇഷ്ടംപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പിന്നെ എന്താ വെച്ചാൽ 8ന്റെ ആൻസർ ചിലപ്പോൾ 9 എഴുതും. എല്ലാ പ്രാവശ്യവും 2-3 ക്വസ്റ്റ്യൻ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഭയങ്കര ഇതാണ്. ഈ പരീക്ഷയ്ക്ക് ഞാൻ വളരെ ശ്രദ്ധിച്ചാൽ വരും, ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അതൊന്നും അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് OAPയും വന്നു. അതായത് പെട്ടെന്ന് നമ്മൾ കാത്തിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ അറിയത്തില്ല, ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും വരാതിരിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ അശ്രദ്ധക്കുറവൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിനെനിക്ക് തോന്നുന്നു എല്ലാ ദൈവമൊക്കെ ഒരു അനുഗ്രഹം പോലെ ആ ഫൈനൽ കീ വന്നപ്പോഴേക്ക് ഭയങ്കര അന്നേരമാണ് എനിക്ക് ഇമോഷണലായത്. കാരണം ഞാൻ എഴുതിയതെല്ലാം കറക്റ്റായിട്ട് വരുമായിരുന്നു. ഫൈനൽ കീയിൽ വന്നപ്പോഴത്തേക്ക് മാർക്ക് എനിക്ക് അങ്ങനെ വലുതായിട്ട് കുറഞ്ഞു പോയിട്ടില്ല. എല്ലാ പരീക്ഷയ്ക്കും ഫൈനൽ കീയിൽ 4-5 മാർക്കായിരുന്നു കുറയുന്നത്. പക്ഷെ ഇതിന് എനിക്ക് അങ്ങനെ കുറഞ്ഞിട്ടേ ഇല്ല. പിന്നെ
മൊത്തത്തിൽ എത്ര വർഷം പഠിച്ചു ഞാൻ എന്താ വെച്ചാൽ എനിക്ക് പിന്നെ ഫസ്റ്റ് എനിക്കിപ്പോ 4ാമത്തെ റാങ്ക് ലിസ്റ്റിലെ വരുന്നത്. ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുന്നത് എനിക്ക് 2013 എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഫാമിലി തന്നെയാണ് ഏറ്റവും, അവർ കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിലേ ഉള്ളൂ ചേർക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനൊന്നും പറ്റില്ല. 2 വയസ്സിന്റെ ഡിഫറൻസിലാണ് 2 മക്കളുള്ളത്. പിന്നെ അവർക്ക് ഇടയ്ക്ക് വെച്ച് 2019 ഒരിടത്ത് പോയി. പക്ഷെ 1 മാസേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കുഞ്ഞിനൊക്കെ വയ്യാതൊക്കെ ആയപ്പോഴേ പിന്നെ എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല. അങ്ങനെ അത് നിർത്തിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഇതേപോലെ പിന്നെ നമ്മുടെ സ്ഥലത്ത് അങ്ങനെ വരികയും പിന്നെ അങ്ങനെ വന്നു. ഇപ്പൊ മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് ഇപ്പൊ ഈ പറഞ്ഞതിന് ശേഷം അതുവരെ ഞാനെന്ന് പറഞ്ഞാൽ പരീക്ഷ അടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ നോക്കും. ടച്ച് അങ്ങനെ പോയിട്ടില്ല, മനസ്സിലായോ? അങ്ങനെ അതായത് സീരിയസ് ആയിട്ട് നോക്കിയത് ഇവിടെ വന്നതിന് ശേഷം. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എന്തെങ്കിലും നോക്കിയിട്ടില്ല? അതോ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, സയൻസ് മാത്സ് ഒന്നും എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. അത് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ ഹിസ്റ്ററി, ജോഗ്രഫി, പക്ഷെ ഇപ്പൊ അതൊക്കെ എനിക്ക് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചു അത് മാത്സിനേക്കാളും ഇപ്പൊ ഇഷ്ടം അതൊക്കെയായി. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇപ്പം ഒരുമാതിരി ഏത് ക്വസ്റ്റിനൊക്കെ എടുത്താലും നോക്കാം. അതിനകത്തൊന്നും മാർക്ക് അങ്ങനെ കൊടുത്തു. ഇന്ത്യൻ ഹിസ്റ്ററി അതൊക്കെ സാറ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടാ. ഹിസ്റ്ററിയിലും അങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. ടോപ്പിക് വെച്ചിട്ട് മാർക്ക് എനിക്ക് പോകുന്നുണ്ടോ, ഏതിനൊക്കെയാണ്. എക്കണോമിക്സ് ആണ് എനിക്ക് പോകുന്നത് മാർക്ക്. രാവിലെ എന്ന് വെച്ചാൽ ഞാൻ 4 മണി മുതൽ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 4 മണിക്ക് എണീക്കും, രാത്രി 11 മണിക്ക് എണീക്കും. വേറെ ഒന്നും ചിന്തിക്കാൻ എനിക്ക് സമയമില്ല, സങ്കടപ്പെടാൻ ഒന്നും സമയമില്ല. എണീക്കുന്നു, ജോലി ചെയ്യുന്നു, വരുന്നു, ഇങ്ങോട്ട് വരുന്നു, എപ്പോ പഠിക്കുന്നു കറക്റ്റായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ആ എണീക്കുന്ന തൊട്ട് ജോലിക്ക് ഇടയ്ക്കൊക്കെ പഠിക്കും. പിന്നെ സാറ് പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് എല്ലാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെതായ ഒരു ദൂരമുണ്ട്. അന്നേരം ഞാൻ ഈ PYQ ഒക്കെ നോക്കി, PYQ നോക്കിയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് എനിക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഒന്നുകിൽ അന്നേരം തന്നെ അത് കണക്ട് ചെയ്ത് മനസ്സിലങ്ങ് വെക്കും, അല്ലെങ്കിൽ അത് എഴുതി വെക്കും. ഒട്ടും പറ്റത്തില്ലെങ്കിൽ കയ്യിൽ എഴുതി വെച്ച് അത് ആ ദിവസം തന്നെ പഠിക്കാൻ പറ്റും. ഇല്ല, ഇപ്പൊ എനിക്കൊന്നും തോന്നുന്നില്ല. ആദ്യം കുറച്ച് നമുക്ക് അത് പഠിക്കാത്തോണ്ടാ. പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ സമയമാണ് പഠിക്കാൻ. നമ്മൾ പഠിച്ച് കുറെ എനിക്ക് ഇവിടുത്തെ തീർത്തിട്ടേ ഞാൻ ബാക്കി ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ പെട്ടെന്ന് തീർക്കണം, ഇവിടെ വേണം. പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് കൂടെ നോക്കണം. കാരണം നമ്മൾ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ LDP അത് മാർക്ക് കുറഞ്ഞ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ 2 ദിവസത്തിൽ ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ എന്റെ മോട്ടിവേഷൻ ഒക്കെ ഞാൻ തന്നെ ആയിരുന്നു. ഞാൻ തന്നെ പറ്റത്തില്ല, എനിക്കത് കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ സോങ്സ് അങ്ങനെ നമ്മൾ തന്നെ ബൂസ്റ്റ് ചെയ്ത് നമ്മളെ ആക്കുമായിരുന്നു. വേറെ അങ്ങനെ ആർക്കും ഷെയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു വീട്ടിലോ. അങ്ങനെ പിന്നെ നിങ്ങൾ പഠിക്കുമ്പോഴേ നേരിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു നോക്കാം. അപ്പൊ രമ്യ എങ്ങനെ ഹാൻഡിൽ ചെയ്തു നമുക്ക് മനസ്സിലാവും. പിന്നെ കുഴപ്പമില്ല, രമ്യ ഇവിടെ തന്നെ ഉണ്ട്, ക്ലാസ്സിലാണ് വരുന്നത്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാതെ ചോദിച്ചു. അല്ല അങ്ങനെയാണ് ഞാനിത് ചോദിച്ചത്. എന്റെ എനിക്ക് ചിലപ്പോൾ നേരിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലേ, പിന്നെ പലർക്കുള്ള പ്രശ്നമാണ് ഇവിടുത്തെ മാർക്ക് ഇവിടെ എഴുതാൻ നന്നായി എഴുതാൻ പറ്റും. പക്ഷെ എക്സാമിന് ചെയ്യുമ്പോഴത്തേക്കും ഫേസ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. അതങ്ങനെ രമ്യക്കപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലാം നന്നായിട്ട് അറിയാമെന്ന് തോന്നിയ സമയത്ത് ഇവിടെ നിന്നെല്ലാം ഓക്കെയാണ്. പക്ഷെ എക്സാമിന് ചിലപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ പ്രശ്നം ഇഷ്ടംപോലെ അന്ന് അറ്റൻഡ് ചെയ്യും. നമ്മൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, ഞാനന്ന് ഈ ടെലഗ്രാം ചാനലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്തു സ്വന്തമായിട്ട് നമ്മളത് അതിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു. പിന്നെ സാറ് കുറെ PYQ പറയാൻ ചെയ്യുന്നത് പറയാൻ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ തന്നെ PYQ ഒക്കെ ഇഷ്ടം പോലെ അതൊരു ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. റിസ്ക് എടുത്തിട്ടുണ്ട്. അതായത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ റിസ്ക് എടുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ചോദ്യങ്ങൾ കാണുമ്പോൾ സംശയമുള്ള ചോദ്യങ്ങൾ നമ്മൾ റിസ്ക് എടുത്തില്ലേ നമ്മൾ വീണ്ടും താരതമ്യം കണ്ടെത്തുന്നു. റിസ്ക് എടുത്തെങ്കിൽ നമുക്ക് നേരെ വാങ്ങുക.
കുറച്ചൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു 50% നമുക്ക് ഉറപ്പ് വേണം. റിസ്ക് എടുക്കാതിരുന്ന നല്ലതാണ്. താങ്ക് യു.